മൊബൈൽ ഫോണാണോ നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റ് സീറ്റാണോ ഏറ്റവും കൂടുതൽ ക്ലീൻ എന്ന് ചോദിച്ചാൽ ആ ഉത്തരത്തിന് മറുപടിയും എല്ലാവർക്കും തുല്യമായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒട്ടനവധി പഠനങ്ങൾ ലോകത്തിലെ പല ആളുകളുമായി നടത്തിയതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ടോയ്ലറ്റ് സീറ്റിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ, വെറൈറ്റി ഓഫ് ബാക്ടീരിയകൾ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ മൊബൈൽ സ്ക്രീനുകളിലാണ് എന്നുള്ളതാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കൈകൾ എവിടെയൊക്കെ ഇടപഴകുന്നു എന്നുള്ളത് കൊണ്ടാണ്. പല സർഫസുകളിൽ പോയി പിടിച്ചതിന് ശേഷവും പല സ്ഥലങ്ങളിൽ പോയതിന് ശേഷവുമാണ് അണുമുക്തമാക്കാതെ നമ്മൾ ഈ ടച്ച് സ്ക്രീനിൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളുടെ ഒരു ലോകം തന്നെ നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഇതെങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് എത്തുന്നു എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം കോവിഡിന് ശേഷം ഈ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ കൊറോണ എങ്ങനെ ചൈനയിൽ നിന്ന് ലോകം മുഴുവൻ എത്തി എന്നുള്ളതിനൊരു വലിയ ക്ലാസ് തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരില്ല. നമുക്കെല്ലാവർക്കും അറിയാം, അത്രത്തോളം സ്പ്രെഡിങ് ആണ് ചുറ്റുപാടിലും സൂക്ഷ്മജീവികൾ വഴി നടക്കുന്നത്. നമ്മൾ സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പുറത്ത് എങ്ങനെയാണ് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാസിനി എന്ന് പറയുന്ന ഒരു മിഷൻ. നാസയുടെ കാസിനി മിഷൻ ശനിയെയും അതിലെ ഹൈജൻസ് എന്ന് പറയുന്ന പേടകം ടൈറ്റനെയും പഠിക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ചതായിരുന്നു. പക്ഷേ ഈ കാസിനിയുടെ ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്ന ഒരു ഈവൻ്റ് ഉണ്ട്. അതായത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കാസിനി ശനിക്ക് ചുറ്റും ഇങ്ങനെ വെറുതെ കറങ്ങി നടന്നാൽ മതിയോ? നമ്മുടെ ചന്ദ്രയാനും മറ്റും ചന്ദ്രനെ പഠിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ വഴിക്ക് വിട്ടു. മംഗൾയാനെ അങ്ങനെ തന്നെയാണ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞില്ല. ചിലപ്പോൾ അത് ചൊവ്വയെ ചുറ്റുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചൊവ്വയിൽ ഇടിച്ചിറങ്ങിയിട്ടുണ്ടാകാം. ശനിയുടെ കാര്യത്തിൽ കാസിനിയെ അങ്ങനെ വിടാൻ ഗവേഷകർക്ക് കഴിയില്ലായിരുന്നു. കാരണം ഈ പേടകം തന്നെ പഠിച്ചതിൽ നിന്ന് മനസ്സിലായത് ഒരുപാട് മൂൺസിൽ, അതായത് ശനിയുടെ ഉപഗ്രഹങ്ങളിൽ ജീവസാധ്യതയ്ക്ക് അനുകൂലമായ രീതിയിലുള്ള അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് എന്നും എൻസലാഡസിൽ വെള്ളം വരെയുണ്ട് എന്ന കണ്ടെത്തൽ നടത്തി. അപ്പോൾ ഈ ഒരു വലിയ പേടകത്തെ, റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഒരു പേടകത്തെ വെറുതെ വിട്ടാൽ അത് എൻസലാഡസിൽ ചെന്നിടിച്ച് അവിടുത്തെ ജീവികളെ നശിപ്പിക്കില്ലേ എന്നുള്ള ഭയം കൊണ്ടാണ് ശനിയിലേക്ക് അതിനെ ഇടിച്ചിറക്കി കത്തിച്ച് കളഞ്ഞത്. സോ അത് ഭയങ്കരമായിട്ടുള്ളൊരു വാർത്തയൊന്നും അന്ന് ആയില്ല എങ്കിലും 2017 ഈ സംഭവം നമുക്ക് തരുന്ന ഒരു സൂചനയുണ്ട്. അതായത് മനുഷ്യൻ ബഹിരാകാശ പഠനം നടത്തുന്ന സമയത്ത് നമ്മൾ ആ സ്ഥലങ്ങളെ മലിനീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ക്യൂരിയോസിറ്റി ആയാലും പെർസവറൻസ് ആയാലും പ്രവർത്തിക്കാതെ വർക്കിംഗ് തീർന്നു കിടക്കുന്ന ചൊവ്വയിലെ പേടകങ്ങളായാലും ചന്ദ്രനിലെ പേടകങ്ങളായാലും അതൊരു മലിനീകരണവും ഒരു ഭീഷണിയും തന്നെയാണ്. കംപ്ലൈൻ്റ് ആയ ഒരു കാറ് നമ്മുടെ നഗരത്തിൻ്റെ സൈഡിൽ കിടന്ന് തുരുമ്പ് പിടിക്കുന്നത് എങ്ങനെ മലിനീകരണം ഉണ്ടാക്കുന്നോ അതിനേക്കാൾ ഭീകരമാണ് ഇതുപോലെയുള്ള മറ്റു ഗോളങ്ങളിൽ നമ്മൾ വരുത്തി വയ്ക്കുന്ന മലിനീകരണങ്ങൾ. അപ്പോളോ 12 യാത്രികർ ചന്ദ്രനിൽ കാലുകുത്തിയത് അന്ന് നാസ വിക്ഷേപിച്ച 2.5 വർഷം കഴിഞ്ഞ സർവേയർ 3 എന്ന് പറയുന്ന ഒരു ഗവേഷണ പേടകത്തിൻ്റെ സൈഡിലായിരുന്നു. അപ്പോൾ കാലുകുത്തി പരീക്ഷണങ്ങൾ ചെയ്തതിന് ശേഷം 2.5 വർഷത്തെ പഠനമൊക്കെ കഴിഞ്ഞ റോബോട്ടിക് ലാൻഡർ ആയിരുന്നു. അതിൻ്റെ ക്യാമറയും ഊരിയെടുത്തുകൊണ്ടാണ് ഗവേഷകർ തിരികെ വന്നത്. ഇങ്ങനെ തിരികെ വന്നതിന് ശേഷം അതിനെ കൃത്യമായിട്ടുള്ള ചില ചേംബറുകൾക്കകത്ത് വെച്ച് പഠിക്കുന്ന സമയത്ത് സത്യത്തിൽ മനുഷ്യൻ്റെ വായ്ക്കകത്ത് കാണപ്പെടുന്ന സ്ട്രെപ്റ്റോകോക്കസ് മൈറ്റിസ് എന്ന് പറയുന്ന ചില പ്രത്യേക ഇനം കോളനികളെ അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിച്ചിരുന്നു, പ്രത്യേകിച്ച് ക്യാമറ ലെൻസിൽ. അപ്പോൾ ചന്ദ്രനിലുള്ള ഒരു പേടകത്തിൽ എങ്ങനെയാണ് ഇത്തരം ബാക്ടീരിയകളെ കാണുന്നത് എന്ന് ശരിക്കും ഭയപ്പെട്ടിരുന്നു. പക്ഷേ അതിന് കാരണം നമ്മൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് ഇതുണ്ടാക്കുന്ന ഗവേഷകരുടെ ശരീരത്തിൽ നിന്ന് എത്തിപ്പെട്ടതായിരിക്കാം എന്നുള്ള അനുമാനത്തിൽ ആക്ച്വലി സ്പേസിലേക്ക് വല്ലത് വിക്ഷേപിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് കണ്ടാമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് കിട്ടിയത്. വളരെ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനിൽ ഭൂമിയിലുള്ള ഒരു ജീവജാലവും ചന്ദ്രനിൽ ജീവിക്കില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ നമ്മൾ എങ്ങനെ ഉറപ്പാക്കും പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ജീവികളെയും കൊണ്ടുപോകുന്നില്ല എന്നുള്ളത്? 2011 നാസ വീണ്ടും പഴയ ഫൂട്ടേജുകളെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ നാസ പേടകങ്ങൾ ഉണ്ടാക്കുന്ന ആദ്യകാലത്ത് ഏതൊക്കെ തരത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും പലതരത്തിലുള്ള ബാക്ടീരിയകളും പാരമീസിയവും ഒക്കെ തന്നെ പല സ്പേസ് ക്രാഫ്റ്റുകളിലും എത്തിച്ചേരാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ കൃത്യമായ രീതിയിലുള്ള ഡീകണ്ടാമിനേഷൻ പ്രോസസ്സ്, അതായത് നമ്മുടെ ശരീരത്തിലുള്ളതും പുറത്തു നിന്നുള്ളതുമായ ഒരു സൂക്ഷ്മജീവിയും, അത് ബാക്ടീരിയ ആയാൽ പോലും അവയെപ്പോലും നമ്മളൊരു വിക്ഷേപിക്കാൻ പോകുന്ന പേടകത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നും ആ രീതിയിൽ മനുഷ്യൻ ഡീകണ്ടാമിനേഷൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത ശേഷം മാത്രമേ ലാബിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നതിനെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ജീവികളെ സ്പേസിലേക്ക് കൊണ്ടുപോയാൽ എക്സ്ട്രീം കണ്ടീഷൻസിൽ ഒരു ജീവിയും നിലനിൽക്കാൻ സാധ്യതയില്ല എന്ന് നമുക്കറിയാം. ചിലപ്പോൾ റെയറായിട്ട് ഏതെങ്കിലും ജീവിവർഗ്ഗങ്ങൾ മണിക്കൂറുകളോളം നിലനിന്നിരിക്കാം. എങ്കിലും ചൊവ്വയെ പോലെയുള്ള സ്ഥലങ്ങളിൽ ജീവികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ തനതായ ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. നമുക്കിവിടെ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയകളെയും മറ്റും കാണാൻ കഴിയില്ല എന്നുള്ളതുപോലെ ചൊവ്വയിൽ കൃത്യമായിട്ട് സൂക്ഷ്മമായ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുകയോ അവിടെ നിന്ന് സാമ്പിൾ കൊണ്ടുവന്ന് പഠിക്കുകയോ ഒക്കെ ചെയ്താലേ നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റൂ. സോ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ജീവിയെ നമ്മൾ അവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, അത് വളരെ ചെറിയ ജീവി ആയിക്കോട്ടെ, അത് അവിടുത്തെ എവല്യൂഷനെയും ജീവികൾ ഉരുത്തിരിഞ്ഞ് വരുന്നതിനെയും സ്വാധീനിക്കും.
ഭൂമിയിലുള്ളതുപോലെ ആയിരിക്കില്ല അവിടെ ജീവജാലങ്ങൾ ഉണ്ടാവുക. മാത്രമല്ല അവിടെ ജീവികളുണ്ട് എന്ന് നമ്മൾ വിചാരിച്ച് ഈ കൊണ്ടുപോയ സ്ട്രേഞ്ച് ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ പറയും പുറത്തുള്ള ഗോളങ്ങളിൽ അല്ലെങ്കിൽ ചൊവ്വയിൽ ജീവനുണ്ട് എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാനും സ്പേസിനെ അതിൻ്റെ വഴിക്ക് വിടാനുമൊക്കെയാണ് സത്യത്തിൽ കണ്ടാമിനേഷൻ നടക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രോട്ടോകോൾ ഉണ്ടോ? കാരണം പല കമ്പനികളും പല ഗോളങ്ങളിലേക്കും പേടകങ്ങളെ വിക്ഷേപിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ രീതിയിൽ ഇതിങ്ങനെ ഇറക്കാനുള്ളൊരു നിയന്ത്രണമില്ലായ്മ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാസയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോസ്പാർ അഥവാ കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് എന്ന് പറയുന്ന ഒരു സംഘടന പ്ലാനറ്ററി പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ചില ഗൈഡ് ലൈൻസ് വച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സ്പേസിലേക്ക് അവർ അവരുടെ പേടകങ്ങളെ, അത് പ്രൈവറ്റ് ആയാലും നാസയുടേതായാലും പേടകങ്ങളെ വിക്ഷേപിക്കുന്നത്. മാത്രമല്ല 1967 ഒരുപാട് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഔട്ടർ സ്പേസ് ട്രീറ്റി എന്ന് പറയുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്പേസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെയും കുത്തകയല്ല, അത് ഹ്യൂമാനിറ്റിക്ക് മൊത്തത്തിലുള്ള അഡ്വാൻസ്മെൻറ്റിന് ഉപയോഗിക്കണമെന്നും സ്പേസിനെ മിലിറ്ററൈസ് ചെയ്യാൻ പാടില്ല എന്നും സ്പേസിൽ ഒരു രാജ്യത്തിനും സ്ഥലം വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. സോ അതിനോടൊപ്പം തന്നെ ഇത് വെപ്പണൈസ് ചെയ്യാൻ പാടില്ല എന്നതിനോടൊപ്പം തന്നെ ഹാംഫുള്ളായിട്ടുള്ള സ്പേസിൻ്റെ ശുചിത്വത്തെ നമ്മുടെ രീതിയിലല്ല, സ്പേസ് എങ്ങനെയാണോ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നതിന് ഭീഷണിയാകുന്ന ഒന്നും അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് ട്രീറ്റിയിൽ പറയുന്നത്. എന്നാൽ 2018 സ്പേസ് എക്സ് അവരുടെ സ്റ്റാർമാൻ എന്ന് പറയുന്ന ടെസ്ല റോഡ്സ്റ്ററിനെ, ഒരു ഇലക്ട്രിക് കാറിനെയും അതിനകത്തൊരു മനുഷ്യൻ്റേതിന് തുല്യമായ പാവയെയും സ്പേസിലേക്ക് വിട്ടിരുന്നു. സോ അതൊരു ഡമ്മി ആയിരുന്നു. ആ ഡമ്മിയുടെ പേരായിരുന്നു സ്റ്റാർമാൻ. സോ ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന പോലെ അത് സൂര്യന് ചുറ്റും ഭൂമിക്ക് ചുറ്റുമൊക്കെ കറങ്ങുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ സ്പേസ് എക്സ് അതിനെ വിക്ഷേപിക്കുന്നത്. പക്ഷേ കൃത്യമായ രീതിയിൽ സ്പേസ് എക്സ് അത് വിക്ഷേപിക്കുന്ന സമയത്ത് ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയറുകൾ കറക്റ്റായിട്ട് ചെയ്തിരുന്നു. സോ നമ്മൾ നോക്കുന്ന സമയത്ത് ഡീകണ്ടാമിനേഷൻ ചെയ്തില്ലെങ്കിലും പല ജീവികളും മൂണിലേക്ക് പോകുമ്പോഴും സ്പേസിലേക്ക് പോകുമ്പോഴും ശൂന്യതയിലും എക്സ്ട്രീമായിട്ടുള്ള ടെമ്പറേച്ചറിലും അതിജീവിക്കില്ല എന്ന് പറഞ്ഞാലും എക്സ്ട്രീമോഫൈലുകൾ എന്ന് പറയുന്ന സർവൈവ് ചെയ്യാൻ കഴിയുന്ന ചെറിയ സൂക്ഷ്മജീവികൾ ഭൂമിയിലുണ്ട്. അത് കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിലും ഏറ്റവും തണുപ്പ് കൂടിയ ഭാഗത്തും പ്രഷർ കൂടിയ ഭാഗത്തും ചൂട് കൂടിയ ഭാഗത്തും അസിഡിറ്റി കൂടിയ ഭാഗത്തുമൊക്കെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും കാണുന്നുണ്ട്. സോ ഇത്തരം ജീവികൾ പുറത്തേക്ക് പോയാൽ അവയ്ക്ക് അതിജീവിക്കാൻ കഴിയും എന്ന് നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാർഷ് കണ്ടീഷനെ അതിജീവിക്കാൻ കഴിയുന്ന അല്പമെങ്കിലും വലിപ്പമുള്ള ജീവി എന്ന് പറയുന്നത് ടാർഡിഗ്രേഡുകളാണ്. ടാർഡിഗ്രേഡുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇവയെ നമ്മൾ ശൂന്യതയിലേക്ക് കൊണ്ടുപോയാൽ ഏകദേശം 10 ദിവസത്തോളം അതിനെ അതിജീവിക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് അതൊരു പ്രത്യേക തരത്തിലുള്ള ക്രിപ്റ്റോബയോസിസ് എന്ന് പറയുന്ന ഒരു ഹൈബർനേഷൻ സ്റ്റേജിലേക്ക് പോവുകയും സ്യൂട്ടബിൾ കണ്ടീഷൻ വരുമ്പോൾ അത് തിരിച്ച് ജീവിക്കുകയും ചെയ്യും. ഈ ടാർഡിഗ്രേഡുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബെയർഷീറ്റ് എന്ന് പറയുന്ന ഒരു ഇസ്രയേൽ ദൗത്യം ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങി ഒരുപാട് ഈ ടാർഡിഗ്രേഡുകളെ ചന്ദ്രനിൽ ഒരു സമയത്ത് എത്തിച്ചിരുന്നു. അത് ഒരു 5-6 വർഷത്തിനിടയ്ക്കാണ്. സോ ഇത്തരം സംഭവങ്ങൾ ആൾറെഡി നടന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പരീക്ഷണമായിരുന്നു. ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു തരത്തിലും ജീവൻ നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഗോളമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒഴിയാം. പക്ഷേ ചന്ദ്രൻ കടന്ന് ചൊവ്വയിലേക്ക് പോകുമ്പോഴും ശനിയുടെ ഉപഗ്രഹങ്ങളിലേക്ക് പോകുമ്പോഴും ഈ ഒരു എക്സ്ക്യൂസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും എടുക്കാൻ പറ്റില്ല. കാരണം അതിലൊക്കെ തന്നെ ജീവൻ കണ്ടുപിടിക്കാനോ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിയാനോ കഴിയുന്ന പൊട്ടൻഷ്യൽ ലബോറട്ടറികളാണ്. ചന്ദ്രന് ലബോറട്ടറിയാണ് അല്ലെന്നല്ല, പക്ഷേ ചന്ദ്രനെക്കുറിച്ച് പഠിച്ചതുപോലെ നമ്മൾ വേറൊരു ഔട്ടർ സെലസ്റ്റിയൽ ബോഡിയെക്കുറിച്ചും ഇതുവരെയും പഠിച്ചിട്ടില്ല. ഇനി നമ്മൾ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ സ്പേസിലേക്ക് അയക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, ഇപ്പോൾ ചന്ദ്രയാനൊക്കെ നമ്മൾ ചന്ദ്രനിലേക്ക് അയക്കുന്നുണ്ട് എങ്കിൽ അതിനെ ഡീകണ്ടാമിനേഷൻ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, അതുണ്ടാക്കുന്ന ഗവേഷകർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്യൂട്ട് ഉപയോഗിക്കുക. ഒരു തരത്തിലും നമ്മുടെ നിശ്വാസവായു പോലും ആ ഒരു ലാബിനകത്ത് നിറയരുത് എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഓക്സിജൻ മാസ്കുകളൊക്കെ ധരിച്ചുകൊണ്ടാണ് അവർ കയറുന്നത്. അവർ ഡീകണ്ടാമിനേറ്റ് ചെയ്ത വസ്ത്രമാണ് ധരിക്കുന്നത്. പക്ഷേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പേടകത്തെ 111 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ട്രീറ്റ് ചെയ്യും. അങ്ങനെ ഏറെക്കുറെ ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ജീവൻ നശിക്കും എന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതാണ് ഒരു രീതി. രണ്ടാമത്തെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആൽക്കഹോളുകൾ പോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയായിട്ട് വൈപ്പ് ചെയ്യും. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൻ്റെ ഗ്ലാസ്സുകളൊക്കെ തന്നെ വൈപ്പ് ചെയ്യുന്ന ലബോറട്ടറി ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാത്രമല്ല അതിശക്തമായ അൾട്രാവയലറ്റ് കിരണങ്ങൾ അടുപ്പിച്ചുകൊണ്ടും അതിനകത്ത് എന്തെങ്കിലും സൂക്ഷ്മജീവികളുണ്ടെങ്കിൽ അവയെ നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കാറുണ്ട്. അമേരിക്കയുടെ കൈവശമാണെങ്കിൽ അവർക്ക് പ്രത്യേകതരം ലൈസൻസിങ് ഉണ്ട്, അതാണ് FAA. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കി എന്ന് ആ ഒരു വിദഗ്ധ സമിതി ഉറപ്പുവരുത്തിയതിന് ശേഷമേ ഏതൊരു പേടകത്തെയും ഭൂമിക്ക് പുറത്തേക്ക് വിക്ഷേപിക്കാൻ അമേരിക്ക സാധാരണ അനുവദിക്കാറുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡാറ്റയും അവൈലബിൾ ആയിട്ടുള്ളത് നാസയിൽ നിന്നായതുകൊണ്ടാണ് ഞാൻ അതിനെ കൂടുതൽ കോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ അവരെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് ബാക്കി അവോയ്ഡ് ചെയ്യുന്നതല്ല. സോ ആക്സിഡൻ്റൽ കോളനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ കൃത്യമായ സ്റ്റെപ്പുകൾ നമ്മൾ മുന്നോട്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ്.
ഭാവിയിൽ നമ്മൾ ചൊവ്വയെ ടെറാഫോം ചെയ്ത് ഭൂമിക്ക് തുല്യമായി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും നമ്മളിപ്പോൾ ചെയ്തു വയ്ക്കുന്ന പ്രശ്നങ്ങളും കണ്ടാമിനേഷനും ഭാവിയിൽ തിരിച്ചടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ബാക്ക് കണ്ടാമിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണ് ബാക്ക് കണ്ടാമിനേഷൻ? ഒരു ഉദാഹരണം പറയാം. യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് കോളനൈസ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഇന്ത്യൻസ് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ആദ്യം കൊളംബസ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് ഇന്ത്യ ആണെന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് അവിടെയുള്ള നേറ്റീവ്സിനെ ഇപ്പോഴും റെഡ് ഇന്ത്യൻസ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത് ലോകം മുഴുവൻ. പക്ഷേ അവിടെയുള്ള റെഡ് ഇന്ത്യൻസിനെ മുഴുവൻ തുടച്ചു നീക്കാൻ കാരണമായത് യൂറോപ്യൻസിൻ്റെ അറ്റാക്ക് മാത്രമായിരുന്നില്ല. യൂറോപ്യൻസ് അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ കുറേ അസുഖങ്ങൾ കൂടി കൊണ്ടുപോയി. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരുപാട് വൈറസുകളെയും ബാക്ടീരിയകളെയൊക്കെ തടയുന്നതിനാവശ്യമായ രോഗപ്രതിരോധ ശേഷിയുണ്ട്. അത് വാക്സിനേഷനിലൂടെയും പാരമ്പര്യത്തിലൂടെയും ചുറ്റുപാടുകളിലൂടെയും നമ്മൾ അതിജീവിച്ചതാണ്, അല്ലെങ്കിൽ നേടിയെടുത്ത് അതിജീവിച്ച് വന്നതാണ്. സോ നമ്മൾ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ഐസൊലേറ്റ് ചെയ്ത് കഴിയുന്ന കുറേ ആളുകളുടെ അടുത്തേക്ക് ചെന്നാൽ നമ്മുടെ ശരീരത്തിൽ വർക്കാവാത്ത ചില രോഗാണുക്കൾ അവരെ കണ്ടാമിനേറ്റ് ചെയ്ത് ഡിസീസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് റെഡ് ഇന്ത്യൻസിൻ്റെ ഭൂരിഭാഗവും 15-16 നൂറ്റാണ്ടുകളിൽ ഈ ഒരു കോളനി വൽക്കരണത്തിൻ്റെ ഭാഗമായി തുടച്ചു നീക്കപ്പെടുന്നത്. സെയിം പ്രൊസീജിയർ അവർ ഇന്ത്യയിലേക്ക് വന്നപ്പോഴും ചൈനയിലേക്ക് വന്നപ്പോഴും ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്തൊരു വിഷയമാണ് ബംഗാൾ ഉൾക്കടലിലുള്ള നോർത്ത് സെൻറ്റിനൽ ഐലൻഡ് എന്ന് പറയുന്ന ആൻഡമാൻ നിക്കോബാറിനടുത്തുള്ള ദ്വീപ് സമൂഹം. അവിടെ ഏകദേശം 60 മുതൽ 600ഓളം നേറ്റീവ്സ് ആയിട്ടുള്ള ഏകദേശം 16,000 വർഷമായിട്ട് പുറം ലോകവുമായി ബന്ധമില്ലാത്ത കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട്. അവിടെ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ നേവിയും മറ്റാളുകളെ പുറമേ നിന്ന് കയറ്റത്തുമില്ല. ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവരെ കൊന്നുകളയുന്ന തരത്തിലുള്ളൊരു ട്രൈബ്സാണുള്ളത്. അവരെയാണ് നമ്മൾ നോർത്ത് സെൻറ്റിനൽ ഐലൻഡിലെ സെൻറ്റിനൽസ് എന്ന് വിളിക്കുന്നത്. സോ അങ്ങോട്ട് ചെന്നാലും ഇതാണ് പ്രശ്നം. പുറമേ നിന്ന് മനുഷ്യൻ അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ അവരുടെ ട്രൈബ് തന്നെ ഇല്ലാതാകാൻ കാരണമാകുന്ന രീതിയിൽ ബാക്ക് കണ്ടാമിനേഷൻ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി സ്പേസിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ ഇവർ രണ്ടുപേരെയും മൈക്കിൾ കോളിൻസിനെയും കൂട്ടി 21 ദിവസത്തോളം ക്വാറന്റൈനിൽ വെച്ചിരുന്നു. അതായത് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിൽ. കാരണം അവരൊരു മൂൺ പ്ലേഗ് ഭയപ്പെട്ടിരുന്നു. ചന്ദ്രനിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗാണുക്കളുണ്ട്, സൂക്ഷ്മാണുക്കളുണ്ട്, അത് ഇവരുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ കൊണ്ടുവന്ന പാറക്കഷ്ണങ്ങളിലോ മറ്റോ പറ്റിപ്പിടിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഭൂമിയിൽ വന്നിട്ട് നമുക്കറിയാത്ത രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് സത്യത്തിൽ അവരെ ക്വാറന്റൈൻ ചെയ്തത്. അവരെ മാത്രമല്ല, ചന്ദ്രനിൽ കാലുകുത്തിയ അങ്ങോട്ട് പോയ ആ അപ്പോളോ ദൗത്യത്തിലെ എല്ലാവരെയും 21 ദിവസം ക്വാറന്റൈന് വെച്ചതിന് ശേഷമാണ് പുറം ലോകത്തെ കാണിച്ചത് എന്നതാണ് വാസ്തവം. ഇത് പറഞ്ഞപ്പോഴാണ് ലൈഫ് എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് ഓർമ്മ വരുന്നത്. കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെ ഒരു സ്പേസ് സ്റ്റേഷനിൽ ഒരു പ്രത്യേക ടൈപ്പ് ജീവിവർഗത്തെ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഗവേഷകരും അതിനുശേഷം ആ ജീവിവർഗം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ രക്തവും ചൂടുമൊക്കെ ഊറ്റിക്കുടിച്ചതിന് ശേഷം ഭീകരമായ ഒരു ജീവിയായി അതിനെ മുഴുവൻ അറ്റാക്ക് ചെയ്തിട്ട് ഭൂമിയിലേക്ക് വരുന്നതുമായിട്ടുള്ള ഒരു കഥയാണ്. ഇതിൽ ഭൂമിയിൽ വരുന്നതിനെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ ആ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് അതിജീവിക്കാൻ ഓരോരുത്തർ ശ്രമിക്കുന്നതും ഈ ജീവി വലുതായി വന്ന് അറ്റാക്ക് ചെയ്യുന്നതും ഒക്കെയാണ് അതിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ നമ്മളെപ്പോഴും പ്രിക്കോഷൻ എടുത്തിരിക്കണം. പ്രിക്കോഷൻ എടുക്കുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്ന മനുഷ്യൻ അധികം കടന്നു ചെന്നിട്ടില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി. അന്റാർട്ടിക്ക ഒരു വരണ്ട മരുഭൂമിയാണ്. മണലല്ല, പകരം ഐസാണെന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ അവിടെ സ്ഥിര താമസവുമൊന്നും ഇല്ല. പക്ഷേ ഗവേഷണത്തിനും മറ്റുമായിട്ട് പല ഗ്രാമങ്ങളും റിസർച്ച് സ്റ്റേഷനുകളും അവിടെയുണ്ട്. അന്റാർട്ടിക്കയിൽ പലതരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുകയും മഞ്ഞ് പൊട്ടിക്കുകയും സാമ്പിളുകൾ എടുക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായി കണ്ടാമിനേഷൻ ഉണ്ടാകാതിരിക്കാനുള്ള പ്രോട്ടോക്കോളുകളും പ്രൊസീജിയറുകളും ഫോളോ ചെയ്യുന്നുണ്ട്. അത് സ്പേസിൽ എന്താണോ സംഭവിക്കുന്നത് എന്നതിൻ്റെ ഭൂമിയിലുള്ള ഉദാഹരണമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. സോ ഇതെല്ലാം നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സത്യത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഭൂമിയിലെ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ടാണ്. ഇതിനെ ആൾട്ടർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടേക്ക് ഇത്തരത്തിലുള്ള ജീവികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ടാവും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഉണ്ടാവും. ഭൂമിയിൽ ജീവൻ ഉണ്ടായത് പാൻസ്പെർമിയ സിദ്ധാന്തപ്രകാരം പറയുകയാണെങ്കിൽ വേറെ ആസ്ട്രോയിഡിൽ നിന്നുള്ള കണങ്ങളും മറ്റും എത്തി ഇവിടെ വിന്യസിച്ചതാണ് എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ബെന്നുവിൻ്റെ സാമ്പിളിലും ജീവൻ ഉണ്ടാകാൻ കാരണമാകുന്ന പ്രോട്ടീനുകളെ കണ്ടെത്തിയതായിട്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിരുന്നു. അതൊരു വലിയ വാർത്തയായിരുന്നല്ലോ, ഇങ്ങനെ കണ്ടെത്തൽ ഗവേഷകർ നടത്തിയത്. സോ ഇതെങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്യും എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് 1986 ചെർണോബിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിലുണ്ടായ അപകടത്തിന് ശേഷം അവിടെ ഉണ്ടായ ഡാർക്ക് ഫംഗസ് എന്ന് പറയുന്ന പ്രത്യേക ടൈപ്പ് റേഡിയേഷനെ അതിജീവിച്ച് അതിനെ ഊർജ്ജമാക്കുന്ന പ്രത്യേകതരം ഫംഗസുകളും അവിടുത്തെ റേഡിയേഷൻ മൂലമുണ്ടായ ക്യാൻസറസ് ആയിട്ടുള്ള എഫക്റ്റുകളെ സ്വന്തം അഡാപ്റ്റേഷനാക്കി മാറ്റിയ ജീവജാലങ്ങളുടെയും സാന്നിധ്യം.
അവിടെ പല ജീവികളും ഇപ്പോഴും അതിജീവിക്കുന്നുണ്ട്. അവർക്ക് റേഡിയേഷൻ റെസിസ്റ്റൻസ് ഉണ്ടായതായിട്ട് പല പഠനങ്ങളും പറയുന്നുമുണ്ട്. സോ ഈ റേഡിയേഷൻ, അതുപോലെ തന്നെ എക്സ്ട്രീം ടെമ്പറേച്ചറുകൾ, അസിഡിറ്റി, പ്രഷർ, ഇതെല്ലാം തന്നെ ജീവികളിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ അവയെ ഇവോൾവ് ചെയ്യുന്നതിനും സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റേഷൻ ഉണ്ടാകുന്നതിനുമുള്ള കാരണമായി മാറാം. പക്ഷേ അത് സ്പേസിൽ നമ്മൾ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ നേറ്റീവായിട്ട് ഭൂമിയിൽ ജീവൻ ഉണ്ടായതുപോലെ ജീവൻ ഉണ്ടാകാനോ അത് ത്രൈവ് ചെയ്യാനോ സാധ്യതയുള്ള ഗോളങ്ങളെ കൂടി നമ്മൾ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. സോ ഈ അണുബാധ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് സൂക്ഷ്മജീവികൾ മൂലം കണ്ടാമിനേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതുണ്ടാകാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ബഹിരാകാശ ഗവേഷണ സമൂഹത്തിനുമുണ്ട്. അവ വെളിയിലുള്ള കണ്ടാമിനേഷൻ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ നേരിടാനുള്ള ഉത്തരവാദിത്വം നമുക്കുമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം.